അങ്ങനെ തുടങ്ങി മക്കളെ അഗ്നിപരീക്ഷ. ബിഗ് ബോസിന്റെ ആദ്യത്തെ അഗ്നിപരീക്ഷ എപ്പിസോഡ് അങ്ങനെ രാത്രി 12 മണിക്കാണ് സംഭവം ആഡ് ചെയ്തിരിക്കുന്നത് അവർ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെ വന്നിരിക്കുകയാണ്. ആ എപ്പിസോഡ് കണ്ടതിന് പിന്നാലെ ശരിക്കും പറഞ്ഞാൽ സംഭവം തുടക്കം മോശമാക്കിയില്ല, കൊള്ളാമെന്ന് തന്നെ പറയാം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ തന്നെ. അതിന് മുന്നേ 40 പേരാണ് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാനായിട്ട്, അതായത് ഈ അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നതെന്ന് പറയും. ടോട്ടലി 40 പേര്. ഇവർക്കൊക്കെ തന്നെ പ്രത്യേകം പ്രത്യേകം ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ടാസ്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വഴിയെ പറയാം. അതോടൊപ്പം തന്നെ ഈ 40 പേരിൽ ഫസ്റ്റ് ഇതിൽ തന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ 40 പേരിൽ കുറച്ച് പേര് പുറത്ത് നിൽക്കും. അതായത് 20 പേരാണ് സെലക്ട് ആയിട്ട് ഇൻസൈഡ് വന്നത്. അതായത് ജഡ്ജസിൻ്റെ അടുത്ത്. ജഡ്ജസ് നമുക്കറിയാം, ഈ പറയുന്ന അഖിൽമാരാർ, റിയാസ്, അതോടൊപ്പം തന്നെ രഞ്ജിനി ഹാരിദാസ്. അപ്പോൾ ഈ ജഡ്ജസിൻ്റെ അടുത്തേക്ക് റനീഷ കൂട്ടിക്കൊണ്ടുവന്ന 20 പേരെയാണ്, അതായത് സെലക്ട് ആയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന 20 പേരെ. സംഭവം എന്ന് പറയുന്ന ടാസ്ക് എന്ന് പറയുന്നത് പൂട്ടുപൊളിക്കൽ ടാസ്ക് ആണ്. ആ പൂട്ടുപൊളിക്കൽ ടാസ്കിൽ ഈ പറയുന്ന രീതി 20 പേര് വിജയിച്ചു. ആ 20 പേരെയും കൂട്ടിക്കൊണ്ടുവന്നു. ബാക്കി 20 പേരുടെ കാര്യം പിന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്ത് നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ അകത്ത് കൊണ്ട് വന്നതിന് ശേഷം അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ ഒരു പെൻറ്റ്, അതായത് ഇൻഫിനിറ്റി പെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം, ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകതരം ചില പവറുകളും അതോടൊപ്പം ശക്തി, പ്രിവിലേജ് ആ ഒരു തരത്തിൽ ഉണ്ട് എന്നുള്ള തരത്തിൽ ആ ഒരു സംഭവം കിട്ടുന്നവർക്ക് അത് ലഭിക്കും എന്നുള്ള തരത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ഒരു ലോക്കറ്റ്, ഒരു ചെയിൻ പോലുള്ള ഒരു സംഭവം, കഴുത്തിയിടുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതാണ് ആ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കിട്ടുന്നവർക്ക് ആ ഒരു പ്രിവിലേജ് കിട്ടും. അത് കൊടുക്കുന്ന ഡിസിഷൻ എടുക്കുന്നത് ജഡ്ജസാണ്. ഈ അകത്ത് കയറി വന്ന ഈ 20 പേര് 3 ടീമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് അഖിൽമാരാർ ടീം, രണ്ടാമത്തത് രഞ്ജിനി ഹരിദാസ് ടീം, മൂന്നാമത്തത് റിയാസ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടീമിലെ മത്സരാർത്ഥികളെ ഓരോ ഇത്ര പേരെ വെച്ച് വിളിച്ചതിന് ശേഷം ഇവരെ കൊണ്ട് ഓരോ ടാസ്കുകൾ ചെയ്യിപ്പിച്ചു. അതായത് 3 ടാസ്ക് ചെയ്യിപ്പിച്ചു. അതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു പിരമിഡ് നിർമ്മിക്കുക എന്നുള്ള തരത്തിലുള്ള ടാസ്ക് ആയിരുന്നു. ഈ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ വിൻ ചെയ്തിരിക്കുന്നത് പ്രണവ്. ഇതിൽ 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിരാം, അനഘ, പ്രണവ്. ഈ 3 പേരെ സെലക്ട് ചെയ്തതിൽ നിന്നും ജഡ്ജസ് സെലക്ട് ചെയ്ത വ്യക്തി പ്രണവായിരുന്നു. അതായത് ഇൻഫിനിറ്റി പെൻറ്റം കിട്ടുന്ന ആ ഒരു തരത്തിലേക്ക് മാറിയത് പ്രണവിനായിരുന്നു. ബാക്കി 4 പേര് ഡേഞ്ചർ സോണിൽ പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് രണ്ടാമത് ഒരു ടാസ്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സർക്കിളിൽ ചാട്ടം പോലുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അതിൽ വിജയിച്ചതെന്ന് പറയുന്നത് പാർവതിക്കും ഇൻഫിനിറ്റി പെൻറ്റം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പിന്നെ മൂന്നാമത് ഒരു മത്സരം കൂടി ഉണ്ടായിരുന്നു. അത് ഒരു ബോൾ ബൗൺസ് ചെയ്ത് ഒരു കപ്പിൻ്റെ അകത്ത് വീഴ്ത്തുക എന്നുള്ള ആ ഒരു ടാസ്ക് ആയിരുന്നു. അതിൽ ഷിജിൻ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പുള്ളിക്കാരനും ഇൻഫിനിറ്റി പെൻറ്റം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ നടന്ന സംഭവ വികാസം എന്ന് പറയുന്നത്. ഇതിൽ ഈ 3 പേർക്കും പെൻറ്റം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ബാക്കിയുള്ളവർ ഡേഞ്ചർ സോണിൽ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതോടൊപ്പം തന്നെ ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ 40 പേരിൽ 20 പേരെയാണ് അകത്ത് കൊണ്ടുവന്നത്. ബാക്കി 20 പേരുടെ കാര്യം പിന്നെ തീരുമാനിക്കാം എന്നുള്ള മട്ടിലായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ലാസ്റ്റ് എപ്പിസോഡ് തീരുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന രീതിയിൽ അവർ ഡിസിഷൻ എടുത്തു. അതായത് അവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ടോട്ടലി 40 പേരെയും അകത്ത് കൊണ്ടുവന്ന് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ടാസ്ക്കാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ എപ്പിസോഡിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ശരിക്കും ടാസ്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അഗ്നിപരീക്ഷ എന്നൊക്കെ പറയുന്ന ആ ഒരു തരത്തിലോട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളൊന്നും തന്നെ ഫസ്റ്റ് ഇതിൽ കണ്ടിട്ടില്ല. ഇത് നോർമലി ഈസി ടാസ്ക് ഒക്കെ തന്നെയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ടാണോ ആ ടാസ്കുകളും കാര്യങ്ങളും കൊടുത്തതെന്ന് അറിയാൻ വയ്യ. പക്ഷേ എന്നാലും ആദ്യത്തെ ദിവസത്തെ ടാസ്കുകൾ വളരെ നോർമൽ ടാസ്കുകളായിരുന്നു. ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടാസ്കുകളൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അഗ്നിപരീക്ഷ എന്നുള്ള പേര് ലെവലിലുള്ള ആ ഒരു ടാസ്ക് ഒന്നും തന്നെ ഫസ്റ്റ് എപ്പിസോഡ് എന്തായാലും കാണാൻ സാധിച്ചില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ പോകെ ടോട്ടൽ 21 എപ്പിസോഡുണ്ട്. അപ്പോൾ ആ 21 എപ്പിസോഡിൽ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ടഫായിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. കാരണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ അഗ്നിപരീക്ഷ എന്നൊക്കെ പേരിട്ടിട്ട് അതിനൊരു ഗുമ്മുണ്ടാകത്തുള്ളൂ. അല്ല ഇതുപോലുള്ള ചള്ള് ടാസ്കുകൾ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് തുടക്കത്തെ എപ്പിസോഡ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ടാസ്കുകൾ വെച്ചത്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ടാസ്കുകളുടെ ആ ഒരു ഇത് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഫസ്റ്റ് എപ്പിസോഡ് കൊള്ളാം. ടാസ്കുകൾ ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അത്യാവശ്യം കൊള്ളാം. കാരണം എന്ന് പറയുന്നത് ഇതൊരു ആദ്യത്തെ അനുഭവമാണല്ലോ ഈ ഒരു അഗ്നിപരീക്ഷ മലയാളത്തിൽ വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഉണ്ട് കാണാനായിട്ട്. ഇനി വരുന്ന എപ്പിസോഡുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.